ഫ്ലെക്സ് ബോർഡ് കൊണ്ട് നിറഞ്ഞ സ്ഥലമായിരുന്ന കൊല്ലം ചിന്നക്കട ജംഗ്ഷൻ ഇപ്പോൾ ക്ലീൻ ആയിരിക്കുകയാണ്. ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകളെല്ലാം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശത്തിന് പിന്നാലെ കണ്ണടച്ചു തുറക്കും മുമ്പ് കോർപ്പറേഷൻ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ദിലീപ് ദേവസ്യ, ഗുഡ് ഈവനിംഗ്. കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിംഗ് സുജിയ, കേൾക്കുന്നുണ്ട്. നേരത്തെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് കോർപ്പറേഷൻ കേട്ടതുപോലെ ദിലീപ് പെട്ടെന്ന് ഞാൻ പറഞ്ഞത് കേൾക്കുമെന്ന് കരുതിയാണ് ഞാൻ ആദ്യം ഒന്ന് ചോദിച്ചത്. പിന്നെ ഒരു ഇടവേള എടുക്കേണ്ടി വന്നു ദിലീപിനെ ഒന്ന് കിട്ടാൻ. എന്തായി അവിടെ ഫ്ലെക്സ് ബോർഡുകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ, അതോ മുഴുവൻ നീക്കിയോ കോർപ്പറേഷൻ? സുജിയ, താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് കോടതി ഉത്തരവ് പാലിക്കാൻ വേണ്ടി കോടതി ജഡ്ജി തന്നെ നേരിട്ടിറങ്ങേണ്ട ഒരു അവസ്ഥ കൊല്ലം ചിന്നക്കടയിലുണ്ടായി. ഈ ചിന്നക്കട ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 4 റോഡുകളുടെ സംഗമമാണ്. ഇത് ചിന്നക്കട റൗണ്ട് അബൌട്ടാണ്. ഇവിടെയാണ് ഈ ഭാഗത്തൊക്കെ തന്നെ വലിയ തോതിൽ ഫ്ലെക്സുകൾ നിൽക്കുന്നത് കൊണ്ട് ഫ്ലെക്സുകൾ സ്ഥാപിച്ച ആ സാഹചര്യത്തിൽ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെ കാഴ്ച മറയ്ക്കുന്ന തരത്തിലുള്ള സമയം. ഇവിടെ 3 റോഡുകളാണ്. ഈ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെ ഫ്ലെക്സുകൾ വെക്കുന്നത് കാരണം ഇങ്ങോട്ടുള്ള കാഴ്ച മറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വഴിയായിരുന്നു നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള, അതായത് ഇപ്പോൾ ഈ ആംബുലൻസ് പോയത് വഴി കാണുന്നില്ല. അതോടൊപ്പം തന്നെ അങ്ങോട്ടുള്ള ഈ റോഡും ഈ എൻ്റെ പിന്നിൽ കാണുന്ന ഈ റോഡും കാണാൻ പറ്റാത്ത തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് ഈ ഭാഗം എല്ലാം തന്നെ നിറച്ചിരുന്നു. ഇത് ഈ ചുറ്റിലും കാണാൻ പറ്റാത്ത, ഈ കൈവരിയൊന്നും നേരത്തെ കാണാൻ പറ്റാത്ത തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോർപ്പറേഷൻ സെക്രട്ടറിയെ നേരിട്ട് വിളിച്ച് വരുത്തുകയും 2,50,000 രൂപ പിഴ അടയ്ക്കണമെന്ന് പറയുകയും ചെയ്തു. അതോടെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ കോർപ്പറേഷൻ ഈ ഭാഗം വൃത്തിയാക്കുകയായിരുന്നു ചെയ്തത്. ഈ ഭാഗത്തൊക്കെ, ഈ റോഡിലൊക്കെ നിറച്ചും ഫ്ലെക്സുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഇത്. ഇവിടെയൊക്കെ ഫ്ലെക്സുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം. ഇപ്പോൾ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ക്ലീനാണ്. അത് നമ്മുടെ ജസ്റ്റിസ് ഇവിടെ വന്ന് സെക്കൻഡുകൾ കൊണ്ട് മാത്രം ചെയ്ത ഒരു നടപടിയായിരുന്നു. ഇതാണ് കോടതി ഉത്തരവ് നിർദ്ദേശിച്ച കോടതി ജഡ്ജി തന്നെ നേരിട്ടെത്തി ആ നിർദ്ദേശം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ കിട്ടിയ ഒരു മറുപടി ഇതാ. ഈ കമ്പിയിലൊക്കെ ഇപ്പോഴും ഈ ഫ്ലെക്സ് കെട്ടിയ കയറുകളൊക്കെ ഉണ്ട്. ഇതൊന്നും മാറ്റിയിട്ടില്ലെങ്കിലും ഈ കമ്പികളൊക്കെ ഇപ്പോഴും പുതിയതുപോലെ ഉണ്ട്. എല്ലാം തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റിയതാണ്. പിന്നീട് ഇവിടെ ഇതുവരെയും ഫ്ലെക്സ് വെച്ചിട്ട് 2,50,000 രൂപ പിഴ ഈടാക്കുമെന്ന് ജസ്റ്റിസ് പറഞ്ഞതിന് പിന്നാലെ തന്നെയായിരുന്നു ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ നിന്ന് നീക്കിയത്. അതിനുശേഷം ഇവിടെ ഒരു സ്ഥലത്തും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല. എന്തായാലും ഇത് സുന്ദരമായി നിൽക്കുന്ന ഒരു ഇടമായി മാറിയിട്ടുണ്ട്. ആദ്യം തന്നെ മനോഹരമായ ഒരു സ്ഥലമാണ്. നമുക്കറിയാം, ചെടിയൊക്കെ വെച്ച് വലിയ മനോഹരമായി കൊല്ലം കോർപ്പറേഷൻ കൊണ്ടു നടന്ന സ്ഥലമാണ്. അവിടെയാണ് നിരവധി ഫ്ലെക്സുകൾ കൊണ്ട് നിറഞ്ഞ മാലിന്യ കേന്ദ്രമായി മാറിയെന്ന് പറയാം. ഫ്ലെക്സിൻ്റെ മാലിന്യം കൊണ്ട് നിറഞ്ഞ സ്ഥലമായി മാറിയിരുന്നു. ഇപ്പോൾ എല്ലാം തന്നെ സുന്ദരമായി ഇരിക്കുകയാണ്. നമുക്ക് നല്ല സുന്ദരമായ ഈ പച്ചപ്പൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലായി. നേരത്തെ ഇതൊന്നും കാണില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും കോർപ്പറേഷൻ ഇതൊക്കെ ഒന്ന് പച്ച പിടിപ്പിക്കാൻ വേണ്ടിയുള്ള അല്ലല്ല, പുല്ലൊക്കെ നേരത്തെ ഉണ്ട്. ഇത് കാണില്ലായിരുന്നു. ഈ വെയിൽ കൊണ്ടൊന്ന് വാടി തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ കോർപ്പറേഷൻ പഴയതുപോലെ ഇത് കാണുന്ന തരത്തിലായതുകൊണ്ട് കോർപ്പറേഷൻ ഇതൊക്കെ നനയ്ക്കേണ്ടതുണ്ട്. പച്ചപ്പ് വീണ്ടും വരേണ്ടതുണ്ട്. ആ സ്ഥിതിയിലേക്ക് എത്തി. കൊണ്ടൊക്കെ മറഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പോൾ കോർപ്പറേഷൻ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ നന്നായി കാണാൻ കഴിയും. വാഹനത്തിലും ഒക്കെ പോകുന്നവർക്ക് കാണാൻ കഴിയും. അവിടെ കുറച്ചുകൂടി ഒരു പച്ചപ്പ് ഹരിതാഭയും ഒക്കെ ആകാം, അല്ലേ ദിലീപ് ദേവസ്യ? അത് തീർച്ചയായിട്ടും ഇനി ഇത് കൃത്യമായി പരിപാലിക്കേണ്ടത് കോർപ്പറേഷൻ്റെ കൂടെ കടമയാണ്. കാരണം ഇനി ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ വെക്കുകയാണ്. അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വന്ന് പരിശോധന നടത്തി അദ്ദേഹത്തിന് ഇത് നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ഇവിടെ